എമ്പുരാനേ 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 എമ്പുരാൻ 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 മാർച്ച് 27 എമ്പുരാൻ റിലീസാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചകൾ, കാര്യമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ റിലീസിനെ പറ്റിയിട്ട്. മാർച്ച് 27 എമ്പുരാൻ റിലീസ് തന്നെയാണ്. എമ്പുരാന്റെ വിതരണം, നോർത്ത് ഇന്ത്യൻ ഭാഗത്തുള്ള വിതരണമൊക്കെ ഭയങ്കര വലിയ വലിയ ടീമുകളാണ് വന്നിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്, വലിയ വലിയ കമ്പനികൾ. അപ്പോ പടം സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ള യാതൊരുവിധ സംശയവും. നമ്മളെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അല്ലേ, പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. ലൂസിഫർ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ടോവിനോ, ലാലേട്ടൻ, പിന്നെ നമ്മളെ തിരക്കഥ മുരളി ഗോപി. എന്താ അടിപൊളി. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റിന്റെ ഹലാക്കില ഹിറ്റായി മാറും ഈ എമ്പുരാൻ. അപ്പോ ചില്ലറ ചർച്ചകളല്ല സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യ, എമ്പുരാനേ 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 എമ്പുരാനേ. എന്താ ചർച്ച. ഇന്നലെ മിഞ്ഞാന്ന് 4-ാം നാളൊക്കെ ആയിട്ട് പൊടിപൂരമായ ചർച്ചയാണ് എമ്പുരാനെ പറ്റിയിട്ട്. എമ്പുരാൻ 500 കോടി അടിക്കും, 600 കോടി അടിക്കും, 1000 കോടി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എമ്പുരാൻ നല്ല കളക്ഷൻ നേടും. എത്ര കോടി അടിക്കുന്നൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിനെപ്പറ്റി നമുക്ക് വലിയ ഇതൊന്നുമില്ല. അപ്പൊ പടം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി വിലയിരുത്താനൊക്കെ പറ്റുള്ളൂ. പിന്നെ നമ്മളെപ്പോലത്തെ ആൾക്കാർ എത്ര വിലയിരുത്തിയിട്ടും കാര്യമില്ല. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ എമ്പുരാൻ എന്ന് പറഞ്ഞ സാധനത്തിന് കട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടാവണം. പടം വൻ ഹിറ്റായി മാറും. അപ്പൊ നിങ്ങൾ പ്രത്യേകമായ സപ്പോർട്ടുകൾ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പടം ഒന്നുകൂടി ഉഷാറാക്കാൻ പറ്റുള്ളൂ എന്നല്ല കേട്ടോ പറഞ്ഞത്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ പടം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം പടത്തിന് അതിന്റെ ഹൈപ്പുകളും അതുപോലെ തന്നെ റേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. പ്രൊമോഷൻ ഒരുപാട് പ്രൊമോഷൻ തന്നെ കഴിഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്നോറും ഓരോരോ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്, പുതിയ പുതിയ പോസ്റ്ററുകൾ, പുതിയ ലുക്കുകൾ. L2 ഭയങ്കര പോസ്റ്റുകളാണ് ഓരോ ദിവസം ചെല്ലുന്നവരും പോസ്റ്റുകളാണ് പുറത്തു വിടുന്നത് ലൂസിഫർ ടീം, എമ്പുരാൻ ടീം. എമ്പുരാനേ 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 എമ്പുരാനേ. അപ്പോ സംഭവം സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ. മാർച്ച് 27 തന്നെ റിലീസാവും, അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. പല ആൾക്കാർ അത് ഇത് എപ്പോൾ ചവറുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളും വിചാരിക്കണ്ട, മാർച്ച് 27 എമ്പുരാൻ റിലീസാണ്. അതിലൊരു മാറ്റമില്ല, കാരണം അവർ ഇതൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ക്ലിയർ ആക്കിയതാണ്. അതിലിടയ്ക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പലത് സോഷ്യൽ മീഡിയയിൽ പലരും അടിച്ചുവിടുന്നുണ്ട്. അത് നമ്മളും വിശ്വസിക്കല്ല, അത് വേറെ കുറച്ചൊന്നുമില്ല. പക്ഷെ ഒഫീഷ്യലായിട്ട് അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ടീമൊന്നും പറഞ്ഞിട്ടില്ല, എമ്പുരാൻ ടീമൊന്നും പറഞ്ഞിട്ടില്ല. ചില്ലറ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അതിനെ പറ്റി യാതൊരുവിധ സ്ഥിരീകരണം ഇല്ലാത്ത കാരണം കൊണ്ട് മാർച്ച് 27 എന്തായാലും എമ്പുരാൻ റിലീസാണ്. അപ്പൊ നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്നത് പോലെ ഞാനും മാർച്ച് 27 കാത്തിരിക്കുകയാണ് മക്കളെ. അപ്പൊ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.